ഹലോ, അപ്പോൾ അലുവയും മത്തിക്കറിയും എന്ന് പറയുന്ന പോലെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മത്തിക്കറിയാണ്. നല്ല അടിപൊളി നെയ്മത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നല്ല മത്തിക്കറി ആവട്ടെ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലി പൊടിച്ചത്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഉലുവ പൊടിച്ചതാണേ. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ച് ചേർക്കുക. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇടാൻ മറക്കല്ലേ എല്ലാവരും. ഇനി അരച്ച മിക്സ് നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റാം. നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കണേ. എരിവിനാവശ്യമായ മുളക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തളയൊക്കെ വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കിയ മത്തി ഇട്ട് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഒരുപാട് ഇളക്കി കൊടുക്കാനായിട്ട് പാടില്ല. ഇനി നമുക്ക് പുളിക്ക് ആവശ്യമായ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി ആഡ് ചെയ്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മത്തിക്കറി റെഡിയായി കിട്ടും. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് വരാം. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ നല്ല ചൂട് ചോറും നല്ല മത്തിക്കറിയുമാണേ. അപ്പോൾ മത്തിക്കറി എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓയിൽ ആവശ്യമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ വീണ്ടും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.